കർത്താവിന്റെ ഏതുപരിസമായ ഈ നല്ല സമയത്ത് ഓർത്ത ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിധിയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്ത് ദൈവരക്ഷതയ്ക്ക് ഒരു ദൈവജന ഭാഗം വായിക്കുന്നു. കൊലോസ്യർക്ക് ലേഖനം 1-ാം അധ്യായം 27-ാമത്തെ വാക്യം. അവരോട് ജാതികളുടെയിൽ ഈ മർമ്മത്തിന്റെ മഹിമാതനം എന്തെന്ന് അറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. ആ മർമ്മം മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല തിരുവെഴുത്താണ്. ദൈവവചനത്തിനകത്തെ ചില മർമ്മങ്ങളാണ് പ്രൈസലോ. അപ്പോസ്തലനായ പൗലോസിന്റെ വെളിപ്പാടിനകത്ത്, ദർശനത്തിനകത്ത്, ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷയിലെ താൻ എഴുതിയ ലേഖനങ്ങൾക്കകത്ത് 18 ദൈവരഹസ്യങ്ങൾ, ദൈവിക മർമ്മത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് നമുക്ക് വായിക്കുമ്പോൾ പഠിക്കാൻ കഴിയും. ഹല്ലേലൂയ. അതിലൊന്ന്, ഞങ്ങളെ ക്രിസ്തുവിന്റെ ശുശ്രൂഷകന്മാരും ദൈവമർമ്മങ്ങളുടെ ഗൃഹവിചാരകന്മാരും എന്നിങ്ങനെ ഓരോരുത്തൻ എണ്ണിക്കൊള്ളട്ടെ എന്ന് 1 കൊരിന്ത്യർ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. 1 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായം 1-ാം വാക്യമാണ് ഞാൻ വായിക്കുക. ഞങ്ങളെ ക്രിസ്തുവിന്റെ ശുശ്രൂഷകന്മാരും ദൈവമർമ്മങ്ങളുടെ ഗൃഹവിചാരകന്മാരും എന്നിങ്ങനെ ഓരോരുത്തർ എണ്ണിക്കൊള്ളട്ടെ എന്ന് അവിടെ പറയാം. ഹല്ലേലൂയ. അപ്പൊ ക്രിസ്തുവിന്റെ ശുശ്രൂഷകന്മാർ, ഹല്ലേലൂയ. അപ്പൊ 3-4 അധ്യായങ്ങളിൽ ശുശ്രൂഷകന്മാർ എങ്ങനെയുള്ളവരെന്നും അവരുടെ ശുശ്രൂഷ എന്തെന്നും ഈ അധ്യായത്തിൽ വെളിപ്പെടുന്നുണ്ട്. ശുശ്രൂഷകൻ എന്ന് പറയുന്നത് ഒരു കൃഷിക്കാരൻ എന്നുള്ള നിലയിലാണ് വേദപുസ്തകം പറയുന്നത്. എന്ന് പറഞ്ഞാൽ ആത്മീയ ശുശ്രൂഷകളിലെ കൃഷിപ്പണി ചെയ്യുന്നവൻ. പ്രൈസലോ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ അപ്പോൾ തന്നെ ഒരു ശുശ്രൂഷൻ ശില്പിയാണ്. പ്രൈസലോ. ശില്പി എന്ന് പറയുമ്പോൾ നിർമ്മാണ പ്രക്രിയയിൽ ഏർപ്പെടുന്നവൻ, ദൈവസഭയുടെ നിർമ്മാണ പ്രക്രിയയിൽ ഏർപ്പെട്ട് നിൽക്കുന്ന ഒരുവരെ, ഒരു ശുശ്രൂഷകനെ ശില്പിയായിട്ടും വേദപുസ്തകം പറയും. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കാര്യവിചാരകൻ, നിയന്ത്രിക്കുന്നവനായിരിക്കണം. നമ്മുടെ ഭവനങ്ങൾക്ക്, പ്രസ്ഥാനങ്ങൾക്ക് കാര്യവിചാരകന്മാരുണ്ട്. അവയെല്ലാം നിയന്ത്രിച്ച് നടത്തുക. അപ്പം ദൈവസഭയെ നിയന്ത്രിച്ചവർക്ക് കാര്യവിചാരകൻ. 4-മത്തത് പിതാവ്. എന്താന്ന് പറഞ്ഞാൽ ആലോചന പറഞ്ഞു കൊടുക്കും. ഹല്ലേലൂയ, സ്തോത്രം. 5 ഗുരു, ആത്മീയാവിഷ്കാരണം, അല്ലെങ്കിൽ ആശയാവിഷ്കാരണമൊക്കെ നടത്തണം. അല്ലെങ്കിൽ 5 ശിക്ഷണ നിഷ്ഠയുള്ളവൻ, ശിക്ഷണ നടപടി എടുക്കുന്നവൻ. അങ്ങനെ ദൈവമർമ്മങ്ങളുടെ ഗൃഹവിചാരകനായി പൗലോസിനെയും തന്നോട് കൂടെയുള്ളവരെ, ശുശ്രൂഷകരെ എണ്ണിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞ് ഈ കൊലോസ്യ ലേഖനത്തിലേക്ക് വരുമ്പോഴാണ്, ഹല്ലേലൂയ, ആ മർമ്മം മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങളെ ശുശ്രൂഷകരായി വിളിച്ചവനും ശുശ്രൂഷ നൽകിയവനും, ഹല്ലേലൂയ, നിങ്ങളുടെ ശുശ്രൂഷ ചെയ്യുന്നവനും ക്രിസ്തു തന്നെയാണ്. പ്രൈസ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ ശുശ്രൂഷകനായി വിളിച്ചതും ശുശ്രൂഷ നൽകിയവനും നിങ്ങളുടെ ശുശ്രൂഷ ചെയ്യുന്ന ആരാണ്? മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു തന്നെയാണ്. ഹല്ലേലൂയ. അവന് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നവർക്ക് അവൻ തന്റെ മർമ്മങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കും. കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വമേറിയ ശുശ്രൂഷ ഞാൻ നിങ്ങൾ ചെയ്യുമ്പോഴാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ ദൈവം നമുക്ക് എഴുതി തന്നിരിക്കുന്ന വചനത്തിന്റെ മർമ്മങ്ങൾ, ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ നമുക്ക് വെളിപ്പെടുത്തി തരികയുള്ളൂ. ഇവിടെ ക്രിസ്തു നമ്മളിൽ വസിക്കുന്നു എന്നുള്ളതാണ്. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മളിൽ വസിക്കുന്നു. അപ്പം ദൈവം വസിക്കുന്നത് ഒരു ദേവാലയത്തിലല്ല, ഒരു മോസ്കിലല്ല, ഒരു ടെമ്പിളിലല്ല, അല്ലെങ്കിൽ മനുഷ്യന്റെ കൈപ്പണിയായ 4 ചുവരുകൾക്കകത്ത് വസിക്കുന്നവനല്ല ദൈവം. മനുഷ്യന്റെ കൈപ്പണിയിലൊന്നും ദൈവം വസിക്കാത്തത് കൊണ്ട് ദൈവാത്മാവ് നമ്മോട് പറയുന്നത്, നിലത്തെ പൊടി കൊണ്ട് സൃഷ്ടിച്ച ദൈവം നമ്മെ ദൈവത്തിന്റെ കരങ്ങൾ കൊണ്ട് നിലത്തെ പൊടി കൊണ്ട് സൃഷ്ടിച്ചതാ. 22:7. അങ്ങനെ ദൈവത്തിന്റെ കരങ്ങൾ കൊണ്ട് നിലത്തെ പൊടി കൊണ്ട് സൃഷ്ടിച്ച മനുഷ്യൻ, ആ മനുഷ്യന് അവൻ ശ്വാസൂതി ജീവാത്മാവ് വന്ന് അവൻ ജീവനുള്ള ദേഹിയായി തീർന്ന് ആ മനുഷ്യന്റെ ഉള്ളിലാണ് മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു വസിക്കുവാൻ വസിക്കുന്നത്. ക്രിസ്തു എവിടെയാണ് വസിക്കുന്നത്? ദൈവം സൃഷ്ടിച്ച മനുഷ്യന്റെ ഉള്ളില്. അപ്പൊ നമ്മുടെ ഉള്ളിലാണ് ദൈവം വസിക്കുന്നത്. നമ്മളെയാണ് ദൈവത്തിന്റെ മന്ദിരമായി തിരഞ്ഞെടുത്തത്. ഈ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മൾ ഇരിക്കുന്നു എന്നുള്ളൊരു ബോധ്യം നിങ്ങൾക്കുണ്ടാകുമ്പോഴാണ്
നിങ്ങൾ ഈ ലോകത്തെ വിട്ടിട്ട് മടങ്ങി വരാൻ തയ്യാറാകത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അനവധി ആളുകൾക്കും മഹത്വത്തിന്റെ പ്രത്യാശയെ ക്രിസ്തു നിങ്ങൾ ഇരിക്കുന്നുള്ള മർമ്മം അറിയത്തില്ലാത്തത് കൊണ്ടാണ് അവർ ലോകപ്രകാരം മനുഷ്യന്റെ കൈകൾ കൊണ്ട് നിർമ്മിച്ച വലിയ കൂടാരങ്ങളിൽ, അല്ലെങ്കിൽ മനുഷ്യൻ നിർമ്മിച്ച പള്ളികളിൽ, അമ്പലങ്ങളിൽ, മോസ്കുകളിൽ ദൈവം ഉണ്ട് എന്നുള്ള ചിന്താഗതിയുടെ പോകുന്നത്. അവിടെ നമ്മൾ ചിന്തിക്കണം, ദൈവം മനുഷ്യനെ തെരഞ്ഞെടുത്ത് ദൈവവചനത്തിന്റെ മർമ്മങ്ങൾ, ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങൾ വെളിപ്പെടുത്തുവാൻ ദൈവം വിളിച്ച് വേർതിരിച്ച ശുശ്രൂഷകന്മാർ ഈ വചനങ്ങളെ കുറിച്ച് പറയുമ്പോൾ പലർക്കും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. പക്ഷെ വേദപുസ്തകം സത്യം തന്നെയാണ് പറയുന്നത്. അപ്പൊ നമ്മളെ ശുശ്രൂഷയ്ക്ക് വിളിച്ചവൻ, നമ്മൾ ശുശ്രൂഷ തന്നവൻ, നമ്മളിവിടെ ശുശ്രൂഷ ചെയ്യുന്നവരാരാണ്? യേശുവാണ്. ഹല്ലേലൂയ. ഈ രഹസ്യമാണ് ഞാനും നിങ്ങളും അറിയേണ്ടത്. ഇതിനെക്കുറിച്ച് വേദപുസ്തകം പറയുമ്പോൾ ഈ വാക്യത്തിന്റെ ഹല്ലേലൂയ ചരിത്ര പശ്ചാത്തലം വായിക്കുമ്പോൾ, ഈ കൊലോസ്യ ലേഖനം 1:24 തൊട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോഴാണ് ഇത് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറഞ്ഞു കിടക്കുന്ന മർമ്മമായിരുന്ന സഭ, ഇപ്പം ദൈവസഭ, ദൈവസനിൽ മറഞ്ഞു കിടന്ന മർമ്മമായിരുന്നു. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിച്ച് ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് എന്റെ ജഡത്തിൽ സഭയായ അവന്റെ ശരീരത്തിനു വേണ്ടി പൂരിപ്പിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന ഉദ്യോഗപ്രകാരം ദൈവവചന ഘോഷണം നിവർത്തിക്കേണ്ടതിന് ഞാൻ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്നു. അപ്പം ദൈവം നമ്മെ ഏൽപ്പിച്ച ഉദ്യോഗമാണ് ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം നമ്മെ ഉദ്യോഗസ്ഥരായി വിളിച്ചു വേർതിരിച്ചിരിക്കുന്നത് പൗലോസ് പറയുക. ഹല്ലേലൂയ. അത് പൂർവ്വകാലങ്ങൾക്കും ഹല്ലേലൂയ തലമുറകൾക്കും മറഞ്ഞു കിടന്ന മർമ്മം എങ്കിലും ഇപ്പോൾ അവന്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. പൂർവ്വകാലങ്ങൾക്കും മറഞ്ഞു കിടന്നതാണ് എന്ന് പറഞ്ഞാൽ പഴയ നിയമ വിശുദ്ധന്മാർക്കും പഴയ നിയമ പ്രവാചകന്മാർക്കും പിതാക്കന്മാർക്കും മറഞ്ഞു കിടന്നതും അവർക്ക് വെളിപ്പെടാതിരുന്നതും വെളിപ്പെടുത്തി കൊടുക്കാതിരുന്നതുമായ ദൈവസഭ എന്ന മർമ്മത്തെ, ദൈവരാജ്യത്തിന്റെ മർമ്മത്തെ കർത്താവായ യേശു ക്രിസ്തു അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിന് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, എന്റെ ജഡത്തിൽ സഭയായ, പൗലോസിന്റെ ജഡത്തിൽ സഭയായ ഹല്ലേലൂയ അവന്റെ ശരീരത്തിന് വേണ്ടി, ക്രിസ്തുവിന്റെ ശരീരത്തിന് വേണ്ടി പൗലോസ് ഉദ്യോഗം ചെയ്യുന്നു. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ഈ വചനം വായിക്കുമ്പോൾ ഹല്ലേലൂയ അവരോട് ജാതികളിടയിൽ ഈ മർമ്മത്തിന്റെ മഹിമാതനം എന്തെന്നറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. അപ്പൊ ഈ മറഞ്ഞു കിടന്ന മർമ്മം പിതാക്കന്മാർക്ക്, ആദിമസഭയ്ക്ക് വെളിപ്പെടുത്തി ദൈവം കൊടുക്കുക. പിതാക്കന്മാർക്ക് മറഞ്ഞു കിടന്നത്, പ്രവാചകന്മാർക്ക്, പഴയ നിയമ വിശുദ്ധന്മാർക്ക് മറഞ്ഞു കിടന്നത് ആദിമസഭയുടെ പിതാക്കന്മാർക്കും ആദിമസഭയുടെ അപ്പോസ്തലന്മാർക്കും ഈ മർമ്മം ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. ഹല്ലേലൂയ. ആ മർമ്മമാണ് മഹത്വത്തിന്റെ പ്രത്യാശയായി ക്രിസ്തു നിങ്ങൾ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. ഇന്നും പലർക്കും അറിയത്തില്ല ക്രിസ്തു വസിക്കുന്നത് മനുഷ്യന്റെ ശരീരത്തിലാണ്, അവന്റെ കൂടാരത്തിലാണെന്നുള്ളത്. ദൈവത്തിന് വേണ്ടി നിർമ്മിക്കപ്പെട്ട മന്ദിരമാണ് മനുഷ്യനിൽ നിന്ന് പലർക്കും തിരിച്ചറിയില്ല. ഹല്ലേലൂയ. ഇതേക്കുറിച്ച് നമ്മൾ സഭയാകുന്ന മർമ്മത്തെക്കുറിച്ച് ഇവിടെ പറയുന്നത്, ഹല്ലേലൂയ, സ്തോത്രം, എഫേസ് ലേഖനം 2-ാം അധ്യായത്തിലും 3-ാം അധ്യായത്തിലും ഒക്കെ വായിച്ചാൽ കാണാൻ കഴിയും. എഫേസ് ലേഖനം പുതിയ പഠിച്ച് നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. അപ്പം പഴയ നിയമ ഭക്തന്മാർക്ക് വെളിപ്പെടാതിരുന്നതും അപ്പോസ്തലന്മാർക്ക് വെളിപ്പെട്ട് കിട്ടിയതുമായ ദൈവത്തിന്റെ രഹസ്യങ്ങളാണ് മർമ്മം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. പുറംജാതികൾ തങ്ങളുടെ ആരാധനാപരമായ പല രഹസ്യങ്ങളും മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുമായിരുന്നില്ല. പുറംജാതികൾ അവരുടെ ആരാധന രഹസ്യങ്ങൾ ഹല്ലേലൂയ മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തി കൊടുക്കത്തില്ല. ഇന്നും അത് തന്നെയാണ്. ജാതികൾ അല്ലെങ്കിൽ മറ്റുള്ളവർ ചെയ്യുന്ന അവരുടെ ശുശ്രൂഷയുടെ മഹത്വത്തെ അവരുടെ കൂടെ നിൽക്കുന്നവർക്ക് പോലും വെളിപ്പെടുത്തി കൊടുക്കുവാൻ കഴിയാതെ അവർ രഹസ്യമായിട്ട് സൂക്ഷിക്കുമ്പോഴാണ് ഇവിടെ വേദപുസ്തകം പറയുന്നത് പഴയ നിയമ ഭക്തന്മാർക്കും പ്രവാചകന്മാർക്കും മറഞ്ഞു കിടന്നിരുന്ന മർമ്മം അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിന് വെളിപ്പെടുത്തി കൊടുത്തിട്ട് സകല ജനത്തിനും അത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് രഹസ്യമായി സൂക്ഷിക്കേണ്ടതല്ല ദൈവസഭയുടെ മർമ്മം, ദൈവരാജ്യത്തിന്റെ മർമ്മം രഹസ്യമായി സൂക്ഷിച്ചു വെക്കേണ്ടതല്ല. ശുശ്രൂഷയുടെ മർമ്മം രഹസ്യമായി സൂക്ഷിക്കേണ്ടതല്ല. അത് സകല ജാതികൾക്കും വെളിപ്പെടുത്തി കൊടുത്ത്
അവരെ പ്രത്യാശയിലേക്ക് കൊണ്ടുവരണമെന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന ഒറ്റ പുസ്തകവും ശുശ്രൂഷയുണ്ടെങ്കിൽ വിശുദ്ധ സത്യവേദ പുസ്തകവും അവന്റെ കർത്താവിന്റെ ശുശ്രൂഷകന്മാരുമാണ്. അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു തന്റെ ശുശ്രൂഷയുടെ മർമ്മത്തെ തന്റെ ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തിയത്. ശിഷ്യന്മാർ ആ ശുശ്രൂഷയുടെ മർമ്മത്തെ നമുക്ക് വെളിപ്പെടുത്തി തന്നത് അതുകൊണ്ടാണ്. എന്നാൽ മറ്റുള്ളവർ അത് വെളിപ്പെടുത്താതെ രഹസ്യമായി സൂക്ഷിച്ചിരിക്കുക. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ദൈവരാജ്യത്തിന്റെ മർമ്മം വെളിപ്പെടുത്തിയത് കൊണ്ടാണ്, ദൈവസഭയുടെ മർമ്മം വെളിപ്പെടുത്തിയത് കൊണ്ടാണ് നീയാണ് ദൈവത്തിന്റെ മന്ദിരമെന്നുള്ള ബോധ്യം നിനക്കുണ്ടായത്. അല്ലേ? അപ്പം പൗലോസിന്റെ ജഡത്തിൽ ദൈവത്തിന്റെ ശരീരമാകുന്ന സഭയെ പൗലോസിൽ വെളിപ്പെടുത്തി കൊടുത്ത ദൈവകൃപ, ആ കൃപയാണ് നമ്മളിലും വെളിപ്പെടുത്തി കൊടുക്കുന്നത്. നീ ജഡത്തിൽ വസിക്കുന്നവനാണെങ്കിൽ, ജഡത്തിൽ വസിക്കുന്നവളായാലും നീ ദൈവത്തിന്റെ മന്ദിരമാണ്. ദൈവത്തിന്റെ മന്ദിരമായ നിന്റെ ഉള്ളിലാണ് മഹത്വത്തിന്റെ പ്രത്യാശയായിരിക്കുന്ന ക്രിസ്തു ഇരിക്കുന്നു എന്നുള്ളത് നീ തിരിച്ചറിയണം. കാരണം ഈ കാണുന്ന മുഴുലോകത്തെ സൃഷ്ടിച്ച സകലത്തിന്റെ ഉടയവനായിരിക്കുന്ന യജമാനായി സകലത്തെയും നിയന്ത്രിക്കുന്നവൻ, സർവശക്തനും സർവജ്ഞാനിയും സർവവ്യാപിയും ജ്ഞാനിയുമായിരിക്കുന്ന സർവശക്തിയുള്ള ദൈവം, ഈ പ്രപഞ്ചത്തെ മുഴുവൻ അടക്കി ഭരിക്കുന്നവൻ, ഹല്ലേലൂയ, സകലത്തിന്റെയും സൃഷ്ടാവ് എവിടെയാണ് വസിക്കുന്നത്? അവന്റെ കൈകൾ കൊണ്ട് നിർമ്മിച്ച, അവന്റെ കൈകൾ കൊണ്ടുണ്ടാക്കിയ മനുഷ്യന്റെ കൂടാരമാകുന്ന ശരീരത്തിൽ, മനുഷ്യന്റെ മന്ദിരമാകുന്ന ശരീരത്തിൽ ഈ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു ഇരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എങ്ങനെയാണ് നമുക്ക് ഈ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തുവിനെ നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നത്? അതിന് ഒറ്റ കാര്യമുള്ളൂ. കാരണം നാം പാപികളായിരുന്നപ്പോൾ തന്നെ നമുക്ക് വേണ്ടി ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ച് അവൻ ജീവൻ നൽകി പാപ ശരീരത്തിൽ നീക്കം വരുത്തി നമ്മെ ദൈവത്തിന്റെ മകളായി മാറ്റി അവൻ നമ്മെ അവന്റെ മന്ദിരമാക്കി മാറ്റി. പാപപരിഹാരം വരുത്തുന്നവൻ, പാപത്തിന് ശുദ്ധീകരണം വരുത്തുന്നവൻ, യേശുവിനെ സ്വന്തം രക്ഷിതാവും പിതാവുമായി സ്വീകരിച്ച് ദൈവത്തിലേക്ക് മടങ്ങി വരുന്ന സകലരെയും ദൈവം തന്റെ മന്ദിരമാക്കി തീർക്കുകയും മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ വസിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് തന്നെ. ഹല്ലേലൂയ. അതാണ് ഈ മർമ്മം എന്നൊക്കെ പറയുന്നത്. അപ്പം ഒരുപാട് മർമ്മങ്ങളെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ഭാഗമൊന്നും പോകാൻ പറ്റാത്തത് കൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ദൈവത്തിന്റെ സഭയാണ്, ദൈവത്തിന്റെ മന്ദിരമാണ്, ദൈവത്തിന്റെ ആലയമാണ്. ഈ കാണുന്ന ആകാശത്തെയും ഭൂമി സൃഷ്ടിച്ചവൻ. ഹല്ലേലൂയ. പ്രവാചകന്റെ 66 വായിക്കും 1 വാക്യം, സ്വർഗം എന്റെ സിംഹാസനം, ഭൂമി എന്റെ പാദവിടും എന്ന് പറയുന്നുണ്ട്. അപ്പൊ സ്വർഗസിംഹാസനത്തിലിരിക്കുന്നവൻ, സ്വർഗസിംഹാസനത്തിലിരുന്ന് ഭൂമിയെ മുഴുവൻ നിയന്ത്രിക്കുന്നവൻ, അല്ലെങ്കിൽ ഭൂമി അവന്റെ പാദപീഠമായതുകൊണ്ട് അവന്റെ പാദപീഠമാകുന്ന ഭൂമിയിൽ വസിക്കുന്ന, അവനിൽ വിശ്വസിക്കുന്ന സകല മനുഷ്യനിലും അവൻ സ്വർഗത്തിൽ സിംഹാസനം ഉറപ്പിച്ചിരിക്കുന്നത് പോലെ തന്നെ ഭൂമിയിലും അവന്റെ സിംഹാസനം അവനിൽ വിശ്വസിക്കുന്നവരുടെ ഹൃദയത്തിൽ ഉറപ്പിച്ചിരിക്കുക. രക്തം ചെയ്യും. നിങ്ങൾക്ക് പ്രത്യാശയുണ്ടോ? നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാണെന്ന് പറയുന്നില്ലേ? നീ ദൈവത്തിന്റെ മന്ദിരമായി മാറുമ്പോൾ നിന്റെ കഷ്ടതകൾ, നിന്റെ പ്രതിസന്ധികൾ, പ്രതികൂലങ്ങൾ, നിനക്കുള്ളിലെ പോരാട്ടങ്ങളെ എല്ലാം ദൈവത്തിന്റെ ആത്മാവ് നീക്കി നിന്നെ പൂർണ്ണമായിട്ട് സംരക്ഷണം ചെയ്യുന്നത് ദൈവത്തിന്റെ ദൂതന്മാരായിരിക്കും. ഹല്ലേലൂയ. ദൈവമായിരിക്കും. യഹോവയുടെ ദൂതൻ തന്റെ ഭക്തന്മാർക്ക് ചുറ്റും പാളയം ഇറങ്ങിയവരെ വിടിവിക്കുന്നുവെന്നാണ് സങ്കീർത്തനം 34 വരുന്നത്. അപ്പൊ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ പേരിലെ ദൈവത്തിന്റെ ദൂതൻ നിനക്ക് ചുറ്റും പാളയം ഇറങ്ങി ദൈവത്തിന്റെ സഭയാകുന്ന നിന്റെ ജഡത്തിൽ ദൈവത്തിന്റെ സഭയെ ദൈവം ഒരുക്കിയെടുക്കുമ്പോൾ, നീ രക്ഷയിലേക്ക് വരുമ്പോൾ, മാനസാന്തരപ്പെടുമ്പോൾ, ദൈവത്തിന് വസിക്കുവാൻ വേണ്ടി ദൈവത്തിന്റെ മന്ദിരമായി ഇതിനെ വേർതിരിക്കുമ്പോൾ, ദൈവത്തിന്റെ ആലയമായി ഇതിനെ വേർതിരിക്കുമ്പോൾ, ദൈവത്തിന്റെ ഭവനമായി ഇതിനെ വേർതിരിക്കുമ്പോൾ, ആ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിന്റെ ഉള്ളിൽ വസിക്കാൻ വേണ്ടി ദൈവത്തിന്റെ ദൂതന്മാർ നിനക്ക് ചുറ്റും പാളയം ഇറങ്ങി ശത്രുവിന്റെ, ദുഷ്ടന്റെ, പാപത്തിന്റെ, ശാപത്തിന്റെ, രോഗത്തിന്റെ, നിന്ദയുടെ, അപമാനത്തിന്റെ, പരിഹാസത്തിന്റെ, മദ്യത്തിന്റെ, മയക്കുമരുന്നിന്റെ, ലോകത്തിന്റെ, ജനകീയതയുടെ, ദുർനടപ്പിന്റെ, വ്യഭിചാരത്തിന്റെ, അശുദ്ധിയുടെ, ദുഷ്കാമത്തിന്റെ നടുവിൽ നിന്ന് ദൂതന്മാരെന്നെ വിടിവിച്ചിട്ട്, ദൂതന്മാർ നിന്നെ അത് നീക്കി, യഹോവയുടെ ദൂതൻ നിനക്ക് ചുറ്റും പാളയം ഇറങ്ങി ദൈവം വസിക്കുന്ന മന്ദിരമായി, ദൈവത്തിന്റെ സഭയായി കർത്താവിനെ കാത്തു സൂക്ഷിക്കുക. രക്തം ചെയ്യും. വിശ്വസിക്കുന്ന ഭക്തന്മാരില്ല ഇത് നടക്കുന്നത് കേട്ടോ. ഹല്ലേലൂയ.
ലോകത്തിൽ ഇവിടുത്തെ കള്ളും കഞ്ചാവും അടിച്ച് പുകയടിച്ച് ലഹരി ഉപയോഗിച്ച് ഇവിടുത്തെ ചൂതാട്ട അക്രമങ്ങൾ അകപ്പെട്ട് കിടക്കുന്നതിലൊന്നും ദൈവം വസിക്കുന്നില്ല. ദൈവം പരിശുദ്ധനാണ്, ദൈവം വിശുദ്ധനാണ്. അതുകൊണ്ട് അവൻ പരിശുദ്ധമായ സ്ഥലത്ത്, വിശുദ്ധമായ സ്ഥലത്ത് മാത്രമേ വസിക്കുകയുള്ളൂ. ഹല്ലേലൂയ. പത്രോസിന്റെ ലേഖനം 1-16 വാക്യം വായിക്കുമ്പോൾ കാണുന്നുണ്ട്, ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. അതെ, നമ്മുടെ കർത്താവ് പറയുന്നത്, ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ. എന്നെ കേൾക്കുന്ന ശ്രോതാവി, എന്നെ കേൾക്കുന്ന മാതാവി, പിതാവി, നീ വിശുദ്ധിയോടെ നിന്റെ ജഡത്തെ, നിന്റെ ശരീരത്തെ കാത്തു സൂക്ഷിച്ച്, നിന്റെ ശരീരത്തെ ദൈവത്തിന്റെ മന്ദിരമായ ആലയമായി നീ നിന്നെ ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴാണ് മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിന്റെ ഉള്ളിൽ വസിക്കുന്നത്. ഇത് പഴയ നിയമ പ്രവാചകന്മാർക്കും പിതാക്കന്മാർക്കും വലിയ പഴയ നിയമ ഭക്തന്മാർക്കും മറഞ്ഞു കിടന്ന മർമ്മമാണ് പൗലോസ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. രക്തക്ഷയം. അപ്പൊ നമ്മൾ ദൈവത്തിന്റെ മന്ദിരമാ. ഹല്ലേലൂയ. നിന്നെ എല്ലാവരും വലിയ വിടക്കുന്ന മലരിയ ഒക്കെ പറഞ്ഞേക്കാം. നിനക്ക് കഴിവില്ല, പ്രാപ്തിയില്ല, നിന്നെ കൊണ്ട് കൊള്ളത്തില്ല, നിനക്ക് സൗന്ദര്യമില്ല, വിദ്യാഭ്യാസമില്ല, അറിവില്ല, ജ്ഞാനമില്ല, പരിജ്ഞാനമില്ല, വിവേകമില്ല, ഒന്നുമില്ലെന്നൊക്കെ പറഞ്ഞ് നിന്നെ മാറ്റി നിർത്തുമ്പോഴും നീ ഒരു ദൈവ പൈതലാണെങ്കിൽ രക്തക്ഷയം. ഹല്ലേലൂയ. നീ ദൈവത്തിന്റെ മന്ദിരമാ. ഈ ഭൂമിയിലുള്ള എല്ലാവരെക്കാളും ശ്രേഷ്ഠനാണ് നീ. ഹല്ലേലൂയ. വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ എന്ന് പറയുന്നത് കർത്താവായ യേശുവിന്റെ രക്തത്താൽ പാപത്തിന് ശുദ്ധീകരണം വരുത്തി യേശുവിനെ സ്വന്തം രക്ഷിതാപിതമായി സ്വീകരിച്ച സകല ദൈവമക്കളും ഭൂമിയിലുള്ള സകല ശ്രേഷ്ഠന്മാരെക്കാൾ ശ്രേഷ്ഠനാണ്. കാരണം എന്താ? ദൈവം നമ്മളിൽ വസിക്കുന്നത് കൊണ്ട്. ഹല്ലേലൂയ. ലോകം നിനക്ക് വീണ്ടുന്ന വില തരത്തില്ല, ലോകം നിനക്ക് വീണ്ടുന്ന മതിപ്പൊന്നും തരത്തില്ല, ലോകം നിനക്ക് വരുന്ന പ്രശംസ ഒന്നും തരത്തില്ല. പക്ഷെ ദൈവം നിന്നെ മന്ദിരമായിട്ട് വേർതിരിച്ചു. ഹല്ലേലൂയ. അപ്പൊ നീയാണ് ദൈവത്തിന്റെ സഭ, നീയാണ് ദൈവത്തിന്റെ മന്ദിരം. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ദൈവത്തിന് വായിക്കും കാണാൻ കഴിയുന്നതാണ്. അപ്പൊ ഇവിടെ ഹല്ലേലൂയ സ്തോത്രം. ഇത് പഴയ നിയമ ഭക്തന്മാർക്ക് വെളിപ്പെടുത്തി കൊടുക്കാൻ നമുക്ക് വെളിപ്പെടുത്തിയത്. എന്നാൽ ക്രിസ്തീയ ഹല്ലേലൂയ സ്തോത്രം മർമ്മങ്ങൾ ആരും ആരുടെയും കുത്തകയായി സൂക്ഷിച്ചില്ല. ഹല്ലേലൂയ. എല്ലാവർക്കും ഒരുപോലെ ഗ്രഹിക്കത്തക്കവണ്ണം അത് എഴുതി പ്രസിദ്ധീകരിച്ചു. മറ്റു സഭയുടെ മർമ്മങ്ങളൊക്കെ ഓരോരുത്തരുടെ കുത്തകയായിട്ട് മറ്റു സഭയുടെ മറ്റു സംഘടനകളെ ശുശ്രൂഷകളൊക്കെ അവർ രഹസ്യമായി സൂക്ഷിച്ചു വെക്കുമ്പോൾ ക്രൈസ്തവ സഭയുടെ ശുശ്രൂഷകൾ, ക്രൈസ്തവ സഭയുടെ മർമ്മങ്ങൾ അത് രഹസ്യമായി സൂക്ഷിച്ച് ഒരാൾ മാത്രം ചെയ്യാതിരിക്കത്തക്ക നിലയിൽ സകല ജനങ്ങൾക്കും അത് ബോധ്യമാകത്തക്ക പോലെ ദൈവം തന്റെ ആത്മാവിനാൽ പൗലോസിലൂടെ അപ്പോസ്തലന്മാരിൽ കൂടെ എഴുതി പ്രസിദ്ധീകരിച്ച് നമുക്ക് വെളിപ്പെടുത്തി. എന്തുകൊണ്ടാണ്? ഇത് മറഞ്ഞിരിക്കേണ്ട മർമ്മമല്ല, നീ ലോകത്തോട് വിളിച്ചു പറയണം. രക്തക്ഷയം. സകല ലോകത്തിലും സർവ്വലോകത്തിലും നീ ദൈവത്തിന്റെ മർമ്മമാണ്, ദൈവത്തിന്റെ മർമ്മമായ സഭയാണെന്ന്, നിന്റെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നുവെന്ന് നീ സകലർക്കും പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ശുശ്രൂഷ നിനക്ക് തന്നതെന്ന് സൂക്ഷിക്കുന്നതിനെ നിയമിച്ച് നിന്റെ ശുശ്രൂഷ ചെയ്യുന്നതും കർത്താവ് യേശു ക്രിസ്തുവാണെന്ന് നിനക്ക് നീ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി മറ്റുള്ളവർ ഈ ശുശ്രൂഷയിലേക്ക് നയിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ദൈവം നിനക്കിത് വെളിപ്പെടുത്തി തന്നു. അതുകൊണ്ടാണ് നമ്മൾ വായിച്ചു പഠിക്കുന്നത്. രക്തക്ഷയം. അതുകൊണ്ട് ക്രൈസ്തവ സഭയുടെ ശുശ്രൂഷ എന്ന് പറയുന്നത് അത് ക്രൈസ്തവ സഭയുടെ കുത്തകയല്ല, അത് മറച്ചു വെച്ചതല്ല, അത് ആ മർമ്മം വെളിപ്പെടുത്തിയതാണ്. ലേരിയ. അപ്പൊ ഇത് പഴയ നിയമത്തിൽ മറന്നു കിടന്നത് പുതിയ നിയമ സഭയ്ക്ക് ദൈവം വെളിപ്പെടുത്തി തന്നു. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഞങ്ങളെ ക്രിസ്തുവിന്റെ ശുശ്രൂഷകന്മാരും ദൈവമർമ്മങ്ങളെ ഗൃഹോപചാരകന്മാരും എന്നിങ്ങനെ ഓരോരുത്തരും എണ്ണിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞത്. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്, എനിക്ക് യഹൂദന്മാരെക്കാൾ ജാതികളുടെ സഭയ്ക്ക് ഒരു പദവിയും കുറവില്ല. മർമ്മം എന്ന വാക്ക് ഈ ലേഖനത്തിൽ 4 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. എഫേസ്യ ലേഖനം 1:26, 27, 2:7, 4:3 ജാതികളിടയിൽ ഈ മർമ്മത്തിന്റെ മഹിമാതനം എത്ര ശ്രേഷ്ഠമായതാണെന്ന് വിശുദ്ധന്മാർക്ക് വെളിപ്പെടുത്തിക്കൊണ്ട് ദൈവത്തിന്റെ തിരിഹിതമായി ദൈവം തിരുവെഴുത്തിനെ നമുക്ക് തന്നിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷകൻ എന്നുള്ളതിൽ, ശുശ്രൂഷക്കാരി എന്നുള്ളതിൽ കർത്താവായ യേശു ക്രിസ്തു വസിക്കുന്ന നിന്റെ ശരീരമാകുന്ന മന്ദിരത്തിനകത്ത് ഒരു അശുദ്ധിയും പ്രവേശിക്കരുത്.
പ്രേസലോ നിന്നെ നീ കാത്തു സൂക്ഷിക്കണം. രക്തം ചെയ്യാൻ കേൾക്കുന്ന മാതാപി പിതാവേ, എന്തുകൊണ്ടാണ് നിന്റെ പ്രശ്നം മാറാത്തത്, പ്രതികൂലം മാറാത്തത്, നിന്റെ വെല്ലുവിളി മാറാത്തത്? നിനക്കുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയാണെന്ന് നിരാശനായി ദുഃഖിതനായി നിന്റെ ജീവിതം താളം തെറ്റുന്നത് എന്തുകൊണ്ടാണ്? ഹല്ലേലൂയ. നിനക്ക് ഉയർച്ച പ്രാപിക്കാൻ കഴിയാതെ, നന്മ പ്രാപിക്കാൻ കഴിയും, സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ നിന്റെ മരണത്തിലേക്ക്, രോഗത്തിലേക്ക് നയിക്കുന്നത് എന്തുകൊണ്ടാണ്? ആമീൻ. ഒറ്റ കാര്യമുള്ള മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു വസിക്കുവാൻ നിന്റെ ശരീരത്തെ ദൈവം പല പ്രാവശ്യം ചോദിച്ചിട്ട്, നിന്റെ ജഡത്തെ നിന്നെ പല പ്രാവശ്യം ദൈവം ആവശ്യപ്പെട്ടിട്ട് എങ്ങനെ? ദൈവദാസന്മാരുടെ പ്രവചനത്തിലൂടെ, വെളിപ്പാട്, ദർശന, സ്വപ്നത്തിലൂടെ ദൈവം അത് വെളിപ്പെടുത്തി തന്നിട്ട് ഇന്ന് നീ മറുതലിച്ച് നിൽക്കുന്നത് കൊണ്ട്, നീ ദൈവത്തിന് വിധേയപ്പെടുത്താത്തത് കൊണ്ട്, ദൈവരാജ്യത്തിന്റെ മർമ്മം നിന്നിൽ വെളിപ്പെടുത്തുവാൻ നീ ആഗ്രഹിക്കാത്തത് കൊണ്ട്, പിതാവായി ദൈവത്തിന് അല്ലെ കർത്താവായ യേശു നിന്നിൽ വസിക്കാൻ വേണ്ടി ശരീരമാകുന്ന മന്ദിരത്തെ നീ വെളിപ്പെടുത്തി വിട്ടുകൊടുക്കാത്തത് കൊണ്ട്, മഹത്വത്തിന്റെ പ്രത്യാശയെ ക്രിസ്തു നിന്നിൽ വസിക്കുന്നുള്ള മർമ്മം നീ മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തി കൊടുക്കാൻ വിസമ്മതിക്കുന്നത് കൊണ്ട് നിന്റെ ജീവിതത്തെ പ്രശ്നങ്ങളാണ്. അല്ലേ? അതുകൊണ്ടാണ് നിങ്ങൾ ഈ പ്രശ്നത്തെ അഭിമുഖീകരിക്കുന്നത്. എന്നാൽ നിങ്ങളുടെ ശരീരത്തെ ദൈവത്തിന്റെ മന്ദിരമായി നീ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, ആ മഹത്വത്തിന്റെ പ്രത്യാശയായി ക്രിസ്തു എന്ന മർമ്മത്തെ നീ മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തുമ്പോൾ, നിന്റെ കണ്ണുനീരെല്ലാം യേശു തുടയ്ക്കും. നിന്റെ പ്രതിസന്ധികളെല്ലാം ദൈവം നീക്കിത്തരും. നീ ഉന്നതങ്ങളിലേക്ക് ഉയരുവാൻ തുടങ്ങും. ഹല്ലേലൂയ. നീ ഉയരങ്ങളിലേക്ക് എത്തിപ്പിടിക്കാൻ തുടങ്ങും. ഇപ്പൊ നീ താഴ്ച ഭവിച്ച് നിൽക്കുക. നിനക്ക് താഴ്ചയുടെ അനുഭവം ഇപ്പം തകർന്ന തരിപ്പണമായി. ഹല്ലേലൂയ. ജീവിതത്തിൽ മുമ്പോട്ട് പോകാൻ കഴിയുന്ന എല്ലാ വഴികളും അടഞ്ഞ് ആമി പ്രതിസന്ധികൾ കൊണ്ട് മരണം മാത്രം മുമ്പിൽ ആഗ്രഹിച്ചു നിൽക്കുന്ന ശ്രോതാവ്, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഇന്ന് പകൽ പരിശുദ്ധാത്മാവിന്റെ ശക്തമായി പറയുന്ന ദൂത്, നിന്റെ ശരീരമാകുന്ന മന്ദിരത്തെ നീ കർത്താവിന് ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ, കർത്താവിനെ നിന്റെ ഹൃദയത്തിൽ വസിപ്പാൻ നീ ഇടം കൊടുക്കുന്നെങ്കിൽ, ആ മർമ്മം നിന്നിലൂടെ വെളിപ്പെടുത്താൻ നീ ആഗ്രഹിക്കുകയാണെങ്കിൽ, നിനക്ക് മുമ്പ് നിൽക്കുന്ന ആ വലിയ കോളിളങ്കത്തെ, ആ ഈശാന മൂലൻ എന്ന് പറയുന്ന കൊടുങ്കാറ്റിനെ ദൈവം നിന്നിൽ നീക്കിയിട്ട് ഹല്ലേലൂയ നിന്റെ ഉയർച്ചയുടെ പദവിയിലേക്ക് ദൈവം കൊണ്ടുവരും. രക്തം വിശ്വസിക്കാൻ കഴിയുമോ? അപ്പം ദൈവവചനം അങ്ങനെയൊക്കെയാ കേട്ടോ. ഹല്ലേലൂയ. ഈ വചനം എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. വചനം എന്ന് പറഞ്ഞാൽ തേനിലും മധുരമേറിയതെന്ന് നമുക്ക് കാണാൻ കഴിയും. 19 സംഖ്യത്തിൽ വായിച്ചാൽ വേദഫലകാലത്ത് കാണാൻ കഴിയും. അപ്പം ഏറ്റവും മധുരം കൂടിയ ടേസ്റ്റും ഏറ്റവും രുചി പകരുന്നതുമായ തേനിനേക്കാൾ മധുരമേറിയതാണ് ദൈവത്തിന്റെ വചനം. തേനിനേക്കാൾ മധുരമേറിയ ദൈവത്തിന്റെ വചനം അറിയൂ. വചനമാണ് ദൈവം. ഈ വചനമാണ് ദൈവം. ഈ ദൈവമാണ് നിന്റെ ഉള്ളിൽ വസിപ്പാൻ ആഗ്രഹിക്കുന്നത്. ഈ വചനമാണ് മർമ്മം എന്ന് പറയുന്നത്. ഈ വചനമാണ് ജഡരൂപം എടുത്ത് ഭൂമിയിലേക്ക് വന്നത്. ആ മർമ്മമായി ക്രിസ്തുവാണ് നിന്റെ ഉള്ളിൽ വസിപ്പാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് പകൽ നിന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ പ്രിയ ശ്രോതാവി, നിന്റെ ജീവിതത്തിന്റെ സ്ഥിതിയെ ദൈവം മാറ്റും. പ്രൈസ്. നിന്റെ അവസ്ഥകളെ ദൈവം പരിഹരിക്കുമെന്ന്. നിന്നെ വെറുങ്കയോടെ വിടാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഹല്ലേലൂയ. നീ ഒരു പരാജയപ്പെട്ടവളായി മാറുവാൻ, നീ ഒരു നിന്ന പാത്രമായി മാറാൻ ദൈവം അനുവദിക്കുന്നില്ല. നിന്നെ ശക്തമായി ദൈവത്തിന്റെ കരങ്ങളിൽ ദൈവം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുക. രക്തം ചെയ്യാം. ഹല്ലേലൂയ. അതുകൊണ്ട് ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയണം. ഇവിടെ രഹസ്യം എന്നുള്ളത്, അല്ലെങ്കിൽ രഹസ്യം എന്നത് എല്ലാവരും അറിയുന്ന ഒന്നല്ല. അല്ലെങ്കിൽ ചില പ്രത്യേക വ്യക്തികളോട് മാത്രം പറയുന്ന രഹസ്യ വാക്കുകളാകുന്നു ദൈവരാജ്യത്തിന്റെ മർമ്മം എന്ന് പറയുന്നത്. എല്ലാവർക്കും ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങൾ അറിയത്തില്ല. എല്ലാവർക്കും രഹസ്യം എന്താണെന്ന് അറിയത്തില്ല. എന്നാൽ ദൈവം വിളിച്ച് വേർതിരിക്കുന്ന, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വേർതിരിക്കുന്ന, പ്രത്യേക കാര്യ നിർവഹണത്തിന് വേണ്ടി പൗലോസിനെ വേർതിരിച്ചതുപോലെ ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങൾ വെളിപ്പെടുത്താൻ വേണ്ടി ദൈവം വിളിച്ച് വേർതിരിച്ച ദൈവത്തിന്റെ ജനത്തിനാണ് കർത്താവിന്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്ന. അവരാണ് ഇത് ഭൂലോകത്തോട് പറഞ്ഞു കൊടുക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് തെരഞ്ഞെടുക്കപ്പെട്ട തന്റെ മക്കളോട് മാത്രം വെളിപ്പെടുത്തുന്ന ഈ ദൈവജനത്തിന്റെ സത്യത്തെ പഴയ നിയമ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടില്ല പോലും. ഹല്ലേലൂയ. അപ്പൊ അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കാതിരുന്ന ചില രഹസ്യങ്ങളെ പുതിയ നിയമത്തിൽ തന്റെ മണവാട്ടിയായ സഭയ്ക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. അതെ, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരം എന്ന് പറയുമ്പോൾ, നിങ്ങൾ ദൈവത്തിന്റെ ആലയം എന്ന് പറയുമ്പോൾ, നിങ്ങൾ ദൈവത്തിന്റെ നിവാസം എന്ന് പറയുമ്പോൾ, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരം എന്ന് പറയുമ്പോൾ തന്നെ ദൈവത്തിന്റെ മണവാട്ടിയായി വേർതിരിച്ചു. സഭയുടെ മറ്റൊരു പേരാണ് മണവാട്ടി.
ഹല്ലേലൂയ. മണവാട്ടിക്ക് മണവാളൻ ആവശ്യമാണ്. ഹല്ലേലൂയ. ആമീൻ. ഭൂമിയിലുള്ള സകല മണവാട്ടിമാർക്കും മണവാളൻ ആവശ്യമായതുപോലെ ആമീൻ ദൈവം തെരഞ്ഞെടുത്ത ദൈവത്തിന്റെ മണവാട്ടിയാകുന്ന സഭയ്ക്കൊരു മണവാളൻ ആവശ്യമാണ്. ഭൂമിയിലുള്ള സകല മണവാട്ടികളോടും കൂടെ മണവാളൻ താമസിക്കുന്നത് പോലെ ആമീൻ ദൈവം തെരഞ്ഞെടുത്ത ദൈവത്തെ സഭയായിരിക്കുന്ന മണവാട്ടിയോടുകൂടി നമ്മുടെ മണവാളൻ വസിപ്പാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു എന്ന മണവാളൻ നമ്മുടെ ഉള്ളിൽ വസിപ്പാൻ ആഗ്രഹിക്കുന്നത്. അവൻ നിന്നോടുകൂടെ സദാസമയം വസിപ്പാൻ ആഗ്രഹിക്കുന്നു. വ്യക്തം ചെയ്യും. അപ്പം ഭൂമിയിലുള്ള എല്ലാ മണവാട്ടിക്കും വലിയ മണവാളിന് ആവശ്യമാണല്ലോ. ആ മണവാളൻ എന്ത് ചെയ്യും? എപ്പോഴും അവരോട് ചേർന്നല്ലേ ഇരിക്കും. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ മണവാളനായിരിക്കുന്ന കർത്താവ് മണവാട്ടിയായി തന്റെ സഭയായിരിക്കും നമ്മളോട് ചേർന്ന് വസിച്ച് അവൻ നമ്മുടെ ഉള്ളിൽ വാസം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് പകരം എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, നീ ദൈവത്തിന്റെ മണവാട്ടിയാ. നീ ദൈവത്തിന്റെ മണവാട്ടിയായിട്ട് നീ മടങ്ങി വന്നിട്ട് നീ യേശുവിന് നിന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ഹല്ലേലൂയ, മണവാളൻ നിന്റെ ഹൃദയത്തിന്റെ സിംഹാസനത്തിൽ വസിപ്പാൻ തുടങ്ങും. രക്തം ചെയ്യാം. മണവാളൻ നിന്റെ ഹൃദയ സിംഹാസനത്തിൽ വസിക്കുമ്പോൾ അവൻ നിന്നെ ഒരു നാളും അനാഥനായി വിടുകയില്ല. നിന്റെ ഹൃദയം കലങ്ങിപ്പോകാൻ അവൻ സമ്മതിക്കുകയില്ല. നീ ഇടറിപ്പോകാൻ അവൻ സമ്മതിക്കുകയില്ല. നിന്റെ കാലുകൾ വഴുതുവാൻ സമ്മതിക്കുകയില്ല. അവൻ നിന്നെ കാത്തു സൂക്ഷിക്കുന്നവനാണ്. അമ്മ തന്റെ കുഞ്ഞിനെ, സ്ത്രീ തന്റെ കുഞ്ഞിനെ മറന്നാലും അവൻ മറന്നു കളയിൽ. അവൻ നിന്നെ ഉള്ളംകരങ്ങളിൽ വഹിക്കുന്നവനാണ്. അപ്പൊ ഈ ഭൂമിയിലെ മണവാളന്മാരെ ഹല്ലേലൂയ തന്റെ മണവാട്ടിമാരെ നല്ല സുരക്ഷിതത്തിൽ കൊണ്ട് നടക്കുന്നു. ഇന്നത്തെ കാലം പണ്ടൊക്കെ എങ്ങനെയായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ വ്യത്യസ്തം നിങ്ങൾക്കറിയാമല്ലോ. എന്ന് പറഞ്ഞാൽ നമ്മുടെ കർത്താവ് എന്ന് പറയുന്ന മണവാളൻ, നമ്മുടെ കർത്താവ്, നമ്മുടെ ദൈവം എന്ന് പറയുന്ന മണവാളൻ തന്റെ മണവാട്ടിയായ സഭയെ ഹല്ലേലൂയ തന്റെ മണവാട്ടിയായ സഭയെ ഉള്ളംകരങ്ങളിൽ വഹിച്ചിരിക്കുകയാണ്. അതാ സ്ത്രീ തന്റെ കുഞ്ഞിനെ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ലെന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 49 അധ്യായത്തിന്റെ 15 വാക്യത്തിൽ രേഖപ്പെടുത്തുന്നത് പഴയ നിയമ വിശുദ്ധന്മാർക്ക് വെളിപ്പെടുത്താതിരുന്ന ദൈവിക വചനത്തിന്റെ മർമ്മങ്ങളെ പുതിയ നിയമ സഭയ്ക്ക് വെളിപ്പെടുത്തിയിട്ട് പറയാണ്, നമ്മുടെ മണവാളനായിരിക്കുന്ന കർത്താവിന്റെ മണവാട്ടിയാകുന്ന സഭ അവന്റെ ഉള്ളം കരങ്ങളിലാണ്. ഹല്ലേലൂയ. അത് നമ്മൾ വെളിപ്പാട് പുസ്തകം 1 അധ്യായം വായിച്ചാലും കാണാൻ കഴിയും. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല, അത് വേറെ വിഷയമാകും. ഹല്ലേലൂയ. അതുകൊണ്ട് നീ ദൈവത്തിന്റെ മന്ദിരമാണ്. ഈ മഹത്വത്തിന്റെ മർമ്മം മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ അത് ലോകത്തോട് വിളിച്ചറിയിക്കാൻ വേണ്ടി, ലോകത്തിന് പ്രസിദ്ധമാക്കാൻ, ലോകത്തിൽ വെളിപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് മറ്റു മതങ്ങൾ അവരുടെ ശുശ്രൂഷ രഹസ്യമായി സൂക്ഷിക്കുന്ന പോലെ ക്രൈസ്തവ സഭയുടെ ശുശ്രൂഷ, ദൈവവചനത്തിന്റെ സുവിശേഷത്തിന്റെ ശുശ്രൂഷ രഹസ്യമായി സൂക്ഷിക്കാതെ അത് പിതാക്കന്മാർക്ക് മറഞ്ഞുകൊടുന്ന് പൗലോസിന് വെളിപ്പെടുത്തി കൊടുത്തിട്ട് പൗലോസിലൂടെ ദൈവം നമുക്കത് വെളിപ്പെടുത്തി തരുമ്പോൾ ആ വെളിപ്പാട് ഞാൻ നിങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾ കർത്താവിന്റെ ഹൃദയം കൊണ്ട് അവന്റെ മണവാട്ടിയായി മാറി, മന്ദിരമായി മാറി നമ്മുടെ ഉള്ളിൽ ആ വെളിപ്പെട്ട ക്രിസ്തുവിന്റെ സ്നേഹത്തെ നീ മറ്റുള്ളവർക്ക് നൽകി കൊടുക്കണം. പ്രൈസലോർഡ്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളൊക്കെ ഹല്ലേലൂയ എത്ര പ്രതികൂലത്തെ തരണം ചെയ്യുന്നത്. എന്തിന്റെ പ്രശ്നമാണ് നിങ്ങൾക്ക്? ഒന്നിനു മാറി ഒന്ന്. അല്ലയോ കൂരിന്റെ കുരുവെന്ന് പറഞ്ഞ പോലെ മനുഷ്യന്റെ ജീവിതം ഒരിക്കലും നന്മ കാണാൻ കഴിയാതെ, ഒരിക്കലും ഉയർച്ച പ്രാപിക്കാൻ കഴിയാതെ, ഒരിക്കലും സമാധാനം ഉണ്ടാകാതെ, ഒരു സന്തോഷം ഉണ്ടാകാതെ, ഒരു സ്നേഹം കിട്ടാതെ, ഒരു വാത്സല്യമില്ല, കരുതലില്ലാതെ എന്നും നിന്നെ നിരാശയിലേക്ക് തള്ളിയിടുന്നവനാ പിശാച്. ഹല്ലേലൂയ. പിശാച് നിനക്ക് ഒരിക്കലും സ്വസ്ഥത തരത്തില്ല. പിശാച് ഒരിക്കലും നിനക്ക് സന്തോഷം തരത്തില്ല. പിശാച് ഒരിക്കലും നിന്റെ കുടുംബത്തിൽ ദൈവിക സമാധാനം നിലനിൽപ്പാൻ അനുവദിക്കത്തില്ല. അവൻ നിന്റെ കുടുംബത്തെ ചിന്ന ഭിന്നമാക്കി മാറ്റുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിനെ തെരഞ്ഞെടുത്ത് വേറെ ദൈവത്തിന്റെ മന്ദിരമാക്കി മാറ്റി മഹത്വത്തിന്റെ പ്രത്യാശയായിരിക്കും ക്രിസ്തു നമ്മുടെ മണവാളൻ നിന്റെ ഉള്ളിൽ തന്നെ വസിച്ചു നിന്റെ കുടുംബത്തിലും നിന്റെ ജീവിതത്തിലും അവർ സമാധാനം തരുന്നവനാണ്. വ്യക്തം ചെയ്യും. ഹല്ലേലൂയ. അതുകൊണ്ട് സമാധാനമില്ലാതെ ഭാരപ്പെടുന്ന മാതാവേ പിതാവേ സഹോദരനേ, നീ ഏത് വിഷയത്തിലാണ് സമാധാനമില്ലാതെ ഭാരപ്പെടുന്നത്? കടക്കണിയിലാണോ? ജപ്തി നടപടിയാണോ? പ്രതിസന്ധികളാണോ? ഒറ്റപ്പെട്ട അനുഭവമാണോ? രോഗമാണോ? ക്ഷീണമാണോ? എന്താണ് നീ അനുഭവിക്കുന്നത്? ആ പ്രതിസന്ധിയെ നീക്കിത്തന്ന് ഹല്ലേലൂയ നിന്നെ ഉള്ളംകരങ്ങളിൽ വഹിക്കുവാൻ നമ്മുടെ ആത്മമണവാളനായിരിക്കുന്ന യേശു ആഗ്രഹിക്കുമ്പോൾ, നിന്റെ ശരീരമാകുന്ന ഈ കൂടാരത്തെ നീ ദൈവത്തിന് വിട്ടുകൊടുക്കുമ്പോൾ ആ മഹത്വത്തിന് പ്രത്യാശയായി ക്രിസ്തു നിന്നിലേക്ക് ഇറങ്ങി വരും. രക്തജയം. പ്രൈസ് ദി ലോർഡ്. വിശ്വസിന് സ്തോത്രം പറയാമോ? അപ്പൊ ഇവിടെ ദൈവത്തിന് വചനം വായിക്കുമ്പോൾ ദൈവരഹസ്യങ്ങളിൽ പ്രധാനപ്പെട്ട രഹസ്യം വാനാദിവാനങ്ങളിൽ ഉൾക്കൊള്ളാത്ത ഒരു ദൈവം മനുഷ്യന്റെ ഉള്ളിൽ വസിക്കുന്നു എന്നുള്ളതാണ്. ഹല്ലേലൂയ.
അപ്പം ദൈവവചനത്തിന്റെ സവിശേഷത, ആ മർമ്മം എന്നൊക്കെ പറയുന്നത്, വാനാതി വാനങ്ങളിൽ ഉൾക്കൊള്ളാൻ കഴിയാത്ത സൃഷ്ടമായി ദൈവം, സർവശക്തനായ ദൈവം, സർവവ്യാപിയായ ദൈവം അവന്റെ കൈകൾ കൊണ്ട് നിർമ്മിച്ച മനുഷ്യന്റെ ഹൃദയത്തിൽ വസിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇതിനെ ഭൂലോകർക്ക് ഇത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഏരിയ. അപ്പൊ നമ്മുടെ ദൈവം ഈ പ്രപഞ്ചത്തിലും കൊള്ളാത്ത, വാനാതി വാനങ്ങളിലും ഈ പ്രപഞ്ചത്തിലും കൊള്ളാത്ത സർവശക്തനായ ദൈവം, സർവവ്യാപിയായ ദൈവം എന്ത് ചെയ്തു? അവന്റെ കരകൾ കൊണ്ട് നിർമ്മിച്ച എന്റെ നിങ്ങളുടെ ഉള്ളിൽ വസിപ്പാൻ ആഗ്രഹിക്കുക. അല്ലേലിയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയരേ, നമ്മുടെ ദൈവം വാഞ്ചനം ജഡമായി തിന്ന് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു എന്ന്. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 1:14 വാക്യം പറഞ്ഞത്. അപ്പൊ നമ്മുടെ ദൈവം വചനമായത് അവിടെ ഇങ്ങനെ ഇരിക്കും. 1:14 വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടുവന്ന അപ്പോസ്തലനായിരിക്കുന്ന യോഹന്നാന് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുക. എന്താണ് ഏകജാതനായവന്റെ തേജസ് എന്നൊക്കെ പറയുമ്പോൾ, മനുഷ്യാവതാരം എടുത്ത യേശുക്രിസ്തു ദൈവത്തെ വെളിപ്പെടുത്തിയ വിധമാണ് ആ തേജസ്സിലെ കാഴ്ച. ഏകജാതൻ എന്ന പ്രയോഗം യോഹന്നാന്റെ സുവിശേഷം 3:16 1 യോഹന്നാൻ 4 യോഹന്നാൻ ക്രിസ്തുവിനെ ഉദ്ദേശിച്ച് മാത്രമേ ഏകജാതൻ എന്നുള്ള അത് പറയുന്നുള്ളൂ. അപ്പൊ യേശു മനുഷ്യാവതാരം എടുത്തപ്പോൾ ലഭിച്ച ഒരു പേരല്ല, ആ അനാദിയിൽ പിതാവും പുത്രനും എന്ന നിലയിലുള്ള ദൈവമഹത്വത്തെ കാണിക്കുന്ന ഒരു ബന്ധത്തെയാണ് ഹല്ലേലൂയ അവിടെ നമുക്ക് വെളിപ്പെടുത്തുന്നത്. അതൊരു മർമ്മം തന്നെയാണ്. ഹല്ലേലൂയ. അപ്പം യോഹന്നാൻ 12:5 ലോകം ഉണ്ടാകുമ്പേ നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വം എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് അത് ഉറപ്പാക്കുകയാണ്. മനുഷ്യാവതാരത്തിൽ മനുഷ്യത്വം മാത്രമേ ജനിച്ചിട്ടുള്ളൂ, പുത്രത്വം അനാദിയായിട്ടുള്ളതാണ്. അത് ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. അല്ലെങ്കിൽ ജാതൻ എന്ന് പറഞ്ഞ് ഒരു സൃഷ്ടി എന്ന ഹല്ലേലൂയ അർത്ഥത്തിലല്ല, സൃഷ്ടിയുടെ കാരണഭൂതൻ എന്ന അർത്ഥത്തിലാണ്. ഹല്ലേലൂയ. സ്തോത്രം. അല്ലേ? അപ്പൊ ഈ സ്തോത്രം ഇവിടെ നമ്മൾ വചനം വായിച്ച് നമ്മൾ ചിന്തിച്ചത് എന്താണ്? ഹല്ലേലൂയ. ലോകം ഉണ്ടാകും മുമ്പേ നിന്റെ അടുക്കുണ്ടായിരുന്ന മഹത്വം എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് ഉറപ്പാക്കുന്നു. മനുഷ്യാവതാരത്തിൽ മനുഷ്യൻ മാത്രമാണ്, പക്ഷെ പുത്രൻ എന്നുള്ളത്, യേശു പുത്രൻ എന്നുള്ളത് അനാദിയായി മറഞ്ഞു കിടക്കുന്ന മർമ്മമാണ്. ദൈവം യേശു ദൈവപുത്രൻ അനാദിയായി മറഞ്ഞു കിടന്ന മർമ്മത്തെയാണ് ഇവിടെ അല്ലെങ്കിൽ യോഹന്നാൻ വെളിപ്പെടും. വാഞ്ചനം ജഡമായി തിന്ന് കൃപയും സത്യവും നിറഞ്ഞവരായി നമ്മുടെ ഇടയിൽ പാർത്തു എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഇവിടെ അത് ഞങ്ങൾ കണ്ടു എന്ന് യോഹന്നാൻ പറയുക. ഞങ്ങൾ കണ്ടു എന്ന് പറയുമ്പോൾ ഗ്രേക്കരുടെ ചിന്താഗതി ദൈവത്തിന് മനുഷ്യ ശരീരം ധരിക്കാനോ മനുഷ്യന് ദൈവത്തെ കാണാനോ കഴിയുകയില്ല എന്നതായിരുന്നു ഗ്രേക്കരുടെ വിശ്വാസം. അവർക്ക് ഗ്രേക്കർ പറഞ്ഞതാണ് ദൈവത്തിന് മനുഷ്യാവതാരം എടുക്കാൻ പറ്റത്തില്ല, മനുഷ്യർക്ക് ദൈവത്തെ കാണാൻ കഴിയില്ല എന്ന് അവർ പറയുമ്പോഴാണ് യോഹന്നാൻ ഉറപ്പിച്ചു പറയുന്നത് ദൈവം ഒരു ശരീരം ധരിച്ചു. അല്ലെങ്കിൽ അത് ഞങ്ങൾ കണ്ടു എന്ന് പറയുന്നത്. അപ്പൊ ഇന്നും മനുഷ്യൻ പറഞ്ഞ ദൈവത്തിന് മനുഷ്യനാകാൻ പറ്റത്തില്ല, മനുഷ്യ ശരീരം എടുക്കാൻ പറ്റത്തില്ല, മനുഷ്യ ശരീരം ധരിക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ അങ്ങനെ മനുഷ്യന് ദൈവത്തെ കാണാൻ പറ്റത്തില്ല എന്നൊക്കെ കുറെ മൂഢജാതികൾ അല്ലെങ്കിൽ പറയുമ്പോൾ, കുറെ അല്ലെങ്കിൽ നിരീശ്വരവാദി യുക്തിവാദിയും ദൈവമില്ല എന്ന് പറയുന്നവരൊക്കെ പറയുമ്പോൾ വചനം യോഹന്നാൻ പറയാം ഞങ്ങൾ കണ്ടുവന്ന് അവൻ മനുഷ്യരൂപം എടുത്തതും അവൻ പുത്രനാണെന്നും അവൻ ദൈവമാണെന്നും ഞങ്ങൾ കണ്ടു. അവൻ വചനമായി ജഡമായി തീർന്നു, കൃപയും സത്യം നിറഞ്ഞവനായി ഞങ്ങൾ അവനെ ദൈവതേജസ്സം നിറയപ്പെട്ടവനായി കണ്ടുവെന്ന് യോഹന്നാൻ പറയുക. അല്ലേ? ഇതൊക്കെ മറഞ്ഞു കിടന്ന മർമ്മങ്ങളാ. ഈ മറഞ്ഞു കിടന്ന മർമ്മത്തെയാണ് ദൈവം പുതിയ നിയമസഭയ്ക്ക് വെളിപ്പെടുത്തിയിട്ട് നിന്നോട് ദൈവം ആഹ്വാനം ചെയ്യുന്നത്. നിന്റെ പാപത്തെ ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെട്ട് മടങ്ങി വന്ന് നീ സുവിശേഷത്തിന്റെ പങ്കാളിയായി മാറുമ്പോൾ, ദൈവസഭയുടെ പങ്കാളിയായി മാറുമ്പോൾ, ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗമായ സഭയുടെ ഭാഗമായി നീ മാറുമ്പോൾ, ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ അവയവമായി നീ ദൈവത്തിന് വേണ്ടി നിന്നെ സമർപ്പിച്ചു കൊടുക്കുമ്പോൾ, ഈ മഹത്വത്തിന് പ്രത്യാശയായ ക്രിസ്തു നിന്റെ ഉള്ളിലേക്ക് വന്ന് നിന്നിൽ വാസം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഇന്ന് നീ ഭൂമിയിൽ അനുഭവിക്കുന്ന സകല കഷ്ടങ്ങളും മാറും. രക്തം ചെയ്യും. എല്ലാ കഷ്ടങ്ങളും മാറും. നിങ്ങൾ ഈ വചനമൊക്കെ നമ്മളൊന്ന് ശരിയായിട്ട് ചിന്തിച്ചാൽ മതി. ഇവിടെ തട്ടിക്കൂട്ടിന്റെ പരിപാടിയൊന്നുമില്ല. വേദപുസ്തകം ഒന്നും തട്ടിക്കൂട്ടി എഴുതിയതൊന്നുമല്ല. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഒരു സഹോദരനോട് പറഞ്ഞു വേദപുസ്തകം വെറും പൊട്ടയാ, തെറ്റാന്ന് പറഞ്ഞു. അദ്ദേഹം ഏറ്റവും വലിയ പൊട്ടൻ വെട്ടിക്കൂട്ടുമായതുകൊണ്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു വേദപുസ്തകം തെറ്റാ, അത് തട്ടിക്കൂട്ടാന്നുള്ളത്.
അദ്ദേഹം വലിയ തെറ്റായ മനുഷ്യനും അദ്ദേഹം തട്ടിക്കൂട്ടുകാരും ആയതുകൊണ്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ അദ്ദേഹം സഹോദരനോട് പറഞ്ഞു, എന്റെ സഹോദര, നിങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പേ നിങ്ങളെക്കുറിച്ചുള്ള മുഴുവൻ രഹസ്യങ്ങളും രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് ഈ വേദപുസ്തകത്തിനകത്താ. ഈ ലോകത്തെക്കുറിച്ച് മുഴുവൻ രേഖപ്പെടുത്തി ഈ വേദപുസ്തകത്തിനകത്താ. ഇതൊരു തട്ടിക്കൂട്ട് പ്രസ്ഥാനമല്ല, ഒരു തട്ടിക്കൂട്ട് വചനമല്ല, ഒരു തട്ടിക്കൂട്ട് പുസ്തകമല്ല. ഇത് ദൈവാത്മാവിനാൽ ദൈവം നൽകിത്തന്ന വചനമാണ്. അല്ലേരിയ, അത് മറഞ്ഞു കിടന്ന മർമ്മമാണ്. അത് ദൈവം തന്റെ ദാസന്മാർക്ക് വെളിപ്പെടുത്തി കൊടുത്തു. അല്ലേരിയ, അത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയാത്രത്തോളം കാലം താങ്കൾ ന്യായവിധിയുടെ പാതയിലാണെന്ന് പറഞ്ഞു. അല്ലേരിയ, സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, നമ്മൾ ദൈവത്തിന്റെ മക്കളായി മാറണം. ലോകത്തിന്റെ മക്കളല്ല, കണ്ട് സാത്താന്റെ മക്കളെ, പിശാച് എന്ന പിതാവിന്റെ മക്കളായിട്ടല്ല നീ ജീവിക്കുന്നത്. യോഹന്നാൻ സുവിശേഷത്തിൽ പിശാച് എന്ന പിതാവിന്റെ മക്കൾ എന്ന് രേഖപ്പെടുത്തില്ല. പിശാച് എന്ന പിതാവിന്റെ മക്കളായിട്ടല്ല നീ ഭൂമി ജീവിക്കേണ്ടത്. ഈ കാണുന്ന ഭൂമിയെ സൃഷ്ടിച്ച സകലത്തിന്റെ ഉടയനായി സൃഷ്ടമായി ദൈവത്തിന്റെ മകനായിട്ട്, മകളായിട്ട്, എന്റെ മണവാട്ടിയായിട്ട്, സഭയായിട്ടാണ് നീ ഇവിടെ ജീവിക്കേണ്ടത്. അല്ലേലിയ. അതുകൊണ്ട് ലോകത്തെ നീ വിടണം. ദൈവരാജ്യത്തെ നീ സ്വീകരിക്കണം. രക്തം ചെയ്യും. ലോകം നിന്നിനുള്ളിൽ കയറിയിരിക്കുന്നിടത്തോളം കാലം നീ ലോകത്തിൻ്റെതാ. അല്ലേലിയ. നീ പിശാചിൻ്റെതാ. എന്നാൽ നീ ലോകത്തെ എപ്പോൾ വിടുന്നോ അപ്പോൾ ലോകം നിന്നിൽ നിന്നിറങ്ങിയിട്ട് പിശാചിന്റെ ആധിപത്യത്തിൽ നിന്ന് നഷ്ടപ്പെട്ട് ദൈവത്തിന്റെ ആത്മാവ് നിന്റെ ഉള്ളിൽ വസിപ്പാൻ തുടങ്ങും. അല്ലേലുയ്യ. അതുകൊണ്ടാണ് വലിയ ഗ്രേക്കറുടെ ചിന്താഗതിയെ മാറ്റിക്കളഞ്ഞുകൊണ്ട് യോഹന്നാൻ പറയാണ്, ഞങ്ങൾ അവനെ കണ്ടെന്ന്, ഞങ്ങൾ അവനോട് കൂടെ നടന്നു. അല്ലേലുയ്യ. വചനം ജനമായി തിന്ന് കൃപയും സത്യവും നിറഞ്ഞവനായ യേശു ക്രിസ്തുവിനോട് കൂടെ ഞങ്ങൾ 3.5 വർഷമുണ്ടായിരുന്നു. അല്ലേലുയ്യ. അവരോട് കൂടെ നടന്നു, അവരോട് ശുശ്രൂഷ കണ്ടു, കേട്ട് അനുഭവിച്ചു. അവൻ പോയ പാതയിലുള്ള ഞങ്ങളെ കാൽച്ചോട് പിന്തുടർന്നു. അത് ഞങ്ങൾ കണ്ടുകൊണ്ട് കണ്ടതാ. ആ മഹിമയുടെ സാക്ഷ്യമാണ് ഞങ്ങൾ രേഖപ്പെടുത്തുന്നത്. അതേ സോദാൻ, ഇത് തട്ടിക്കൂട്ട് പുസ്തകമല്ല, ഇത് യഥാർത്ഥ ദൈവവചനമാണ്. രക്തം ചെയ്യും. അല്ലേലുയ്യ. ഇത് യഥാർത്ഥ ദൈവത്തിന്റെ വചനമാക്കട്ടോ. തട്ടിക്കൂട്ടല്ല, അല്ലെങ്കിൽ വേർപെട്ട കൂട്ടം എന്നൊക്കെ പറയുന്നത് ദൈവത്തിന്റെ മക്കളാ. എന്നെ കേൾക്കുന്ന മാതാവ്, പിതാവേ, നീ ദൈവത്തിന്റെ മകനാണോ? നീ ദൈവത്തിന്റെ മകളാണോ? നീ ദൈവത്തിന്റെ മന്ദിരമാണോ? നീ ദൈവത്തിന്റെ ആലയമാണോ? നീ ദൈവത്തിന്റെ നിവാസമാണോ? നീ ദൈവത്തിന്റെ കൂടാരമാണോ? അവന്റെ പ്രാർത്ഥനയുടെ ആലയമാണോ നീ? മഹത്വത്തിന്റെ പ്രത്യാശയെ ക്രിസ്തു നിന്റെ ഉള്ളിലുണ്ടോ? ആ മർമ്മം നിനക്ക് വെളിപ്പെട്ട് കിട്ടിയോ? ആ മർമ്മം വെളിപ്പെട്ട് കിട്ടിയില്ലെങ്കിൽ നീ വചനം നീ കേൾക്കുമ്പോൾ നിനക്ക് മറഞ്ഞു കിടന്ന മർമ്മത്തെ ദൈവത്തിന്റെ വചനത്തിലൂടെ പൗലോസ് വെളിപ്പെടുത്തിയത്, ദൈവസഭയ്ക്ക് വെളിപ്പെടുത്തിയത് ഇന്ന് പകൽ ഈ വചനത്തിലൂടെ ദൈവവചനത്തിന്റെ മർമ്മങ്ങളെ ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിന്റെ ഹൃദയം നീ ദൈവത്തിന് വേണ്ടി കൊടുക്കുന്ന, നിന്റെ ഹൃദയ സിംഹാസനം യേശു വേണ്ടി കൊടുക്കുന്നെങ്കിൽ ആ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിന്റെ ഹൃദയ സിംഹാസനത്തിൽ അവൻ വാസം ചെയ്യും. അല്ലേലിയ. സാത്താൻ നിന്നെ തൊടാൻ കഴിയില്ല. ദൈവം നിന്റെ ഉള്ളിൽ വന്നാൽ പിശാചിന് നിന്നെ തൊടാൻ കഴിയത്തില്ല. അല്ലേലിയ. ഇപ്പോൾ നിന്നെ പിശാച് അടക്കി വാഴുക. അല്ലേലുയ്യ. സ്തോത്രം. അല്ലേയ്യ. നമുക്കറിയാം, പഴങ്ങളൊക്കെ കുഞ്ഞുങ്ങളുടെ കയ്യിൽ കെട്ടിക്കഴിഞ്ഞാൽ ഈ പഴമൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളിൽ കൊടുക്കുമല്ലോ. നമ്മൾ ഈ പഴമൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളിൽ കൊടുക്കുമ്പോൾ ആ കുഞ്ഞുങ്ങളെ കൈകൊണ്ട പഴം പിച്ച് ചീന്തി അളിച്ച് ആദ്യം ഞെക്കിപ്പിഴിയുന്നത് പോലെ, അല്ലേലുയ്യ, നീ പാപത്തിൽ ജനിച്ച് പാപശരീരമാകുന്നതിന്റെ ശരീരം ഒരു പഴം പോലെ, അല്ലേലുയ്യ, ആ പഴം പോലെ ആകുന്നതിന്റെ പാപം വസിക്കുന്ന ശരീരത്തെ പിശാചി ഞെക്കിപ്പിഴിഞ്ഞ് നിന്നെ രോഗിയാക്കി തീർത്തുകൊണ്ടിരിക്കുകയാണ്. അല്ലേലിയ. അതുകൊണ്ട് നീ ആ ശരീരം വിട്ടിട്ട്, പാപമാകുന്നതിന്റെ ശരീരം വിട്ട്, പാപം വസിക്കുന്ന സാത്താൻ വസിക്കുന്നതിന്റെ ശരീരം വിട്ടിട്ട് ലോകമോഹങ്ങൾ, ലോകത്തിന്റെ ഇമ്പങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ നീ ദൈവത്തിന്റെ സഭയായി മാറണമെന്ന്. അല്ലേലിയ. അതുകൊണ്ടാണ് ക്രിസ്തു മഹത്വത്തിന്റെ പ്രത്യാശയായി നമ്മിൽ വസിക്കുന്നു. മാത്രമല്ല പരിശുദ്ധാത്മാവും വസിക്കുന്നു. അല്ലേലിയ. അപ്പം ക്രിസ്തു നമ്മിൽ വസിക്കുമ്പോൾ തന്നെ അവന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. അതുകൊണ്ടാണ് 1 പത്രോസിന്റെ 4-14 വാക്യം പറയുന്നു, മഹത്വത്തിന്റെ ആത്മാവായ ദൈവാത്മാവ് നിങ്ങളുടെ മേൽ ആവസിക്കുന്നുവല്ലോ, അതുകൊണ്ടാകുന്ന ഈ പുസ്തകം ഈ പ്രകാരം നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് 1 കൊരിന്ത്യർ 3:16 രേഖപ്പെടുത്തുന്നത്. അതേ മാത്രമല്ല, ദൈവിക ശക്തി, തേജസ്സും ആത്മീയ വരങ്ങളും ഫലങ്ങളും എന്നിങ്ങനെ സകലവും ദൈവം നമ്മെ നൽകിയിരിക്കുന്നതാണ്. നമ്മളെ നല്ലൊരു ദൈവരാജ്യത്തിന്റെ മക്കളാക്കി മാറ്റിക്കഴിഞ്ഞപ്പോൾ, അല്ലേലിയ, നമ്മൾ എന്ത് ചെയ്തു? ദൈവീക ശക്തിയും തേജസ്സും ആത്മീയ വരങ്ങളും കൃപകളും ഫലങ്ങളും എല്ലാം തന്ന് ദൈവം നമ്മെ ഭൂമിയിലാക്കി വെച്ചിരിക്കുക. അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ 4:7 ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല, ദൈവത്തിന്റെ ദാനപത്രേ എന്ന് പറയേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിൽ തകർന്നിരിക്കുന്നത്.
ഈ അത്യന്ത ശക്തി, അല്ലേലിയ സ്തോത്രം, ഈ അത്യന്ത ശക്തി സ്വാമി ഞങ്ങളുടെ സ്വന്തം എന്നല്ലെന്ന്, നമ്മളിലുള്ളതൊന്നും നമ്മുടെ സ്വന്തം അല്ലെന്ന്, അത് ദൈവത്തിന്റെ ദാനമാ, നമ്മളിൽ വസിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിന് ദാനമാ. അല്ലെങ്കിൽ അന്ന് വരേണ്ട ഈ നിക്ഷേപം അവൻ നിലത്തെ പൊടി കൊണ്ട് സൃഷ്ടിച്ച് ഈ മൺപാത്രങ്ങളായിരിക്കുന്ന എന്നിലാണ് ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങൾ വെളിപ്പെടുത്തി തരുന്നത്. ദൈവരാജ്യത്തിന്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി തരുന്നത് നമ്മളിലാകട്ടോ. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവി, യേശുവിനോട് ഇത് എപ്പോൾ ഏൽപ്പിച്ചു കൊടുക്കുമോ, അവന്റെ ശരീരമാകുന്ന സമയമായി ഇത് എപ്പോൾ തീരുമാനമെടുത്ത് അവന് വസിക്കാൻ വേണ്ടി ശരീരത്തെ നീ ഏൽപ്പിച്ചു കൊടുക്കുന്ന ആ സമയം തന്നെ നിന്റെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളെ ദൈവം മാറ്റുവാൻ തുടങ്ങും. ഹല്ലേലൂയ. ലോകം നിന്നെ നിന്ദിച്ച്, ലോകം നിന്നെ പരിഹസിച്ച്, ലോകം നിന്നെ കളിയാക്കി, ലോകം നിന്നെ വിടക്കെന്ന് പറഞ്ഞു. നിനക്ക് ഉയർച്ചയില്ല, നിനക്കൊരു നന്മ കാണത്തില്ല, നീ നശിച്ചു പോകും, നിന്റെ തലമുറ നശിച്ചു പോകും, നിനക്ക് ഗതി ഉണ്ടാകത്തില്ല, നീ നന്മ കാണുകയില്ല, നിന്റെ അവസാനമാണെന്ന് ലോകം വിധി എഴുതിയിട്ടുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നത് ലോകമല്ല നിന്നെ കുറിച്ച് വിധി എഴുതുന്ന സർവശക്തനായ ദൈവമാ. അതുകൊണ്ട് ലോകം നിന്റെ മുമ്പിൽ തലകുനിക്കാൻ സമയമായി, നീ ലോകത്തിന്റെ മുമ്പിൽ തല ഉയർത്തേണ്ട സമയമാ. ലോകത്തിന് മുമ്പിൽ തല ഉയർത്തി നിൽക്കാൻ പരിശുദ്ധാത്മാവ് ഇതുപോലെ നിന്നോട് പറയാൻ ദൂത്, നീ അവന്റെ മന്ദിരമായി മാറണം. ആ മഹത്വത്തിന്റെ പ്രത്യാശയെ ക്രിസ്തു നിന്നിൽ വസിക്കാൻ വേണ്ടി നീ അവന്റെ മന്ദിരമായി എപ്പോൾ മാറുന്നോ, അപ്പോൾ നിന്റെ കുടുംബത്തിന്റെ അടിസ്ഥാനങ്ങൾ മാറാൻ തുടങ്ങും. ചെയ്യും പ്രൈസലോ. അല്ലെങ്കിൽ വചനത്തിലേക്ക് വരണം കേട്ടോ, വചനത്തിലേക്ക് വരണം. യേശുവാണ് നമ്മുടെ സ്വന്തം. നമുക്ക് സ്വന്തം എന്ന് പറയുന്നത് യേശു മാത്രമേ ഉള്ളൂ. ഞാൻ പറയട്ടെ, എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വന്തം എന്ന് പറയുന്നത് എന്റെ യേശുവാകട്ടോ. യേശുവാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വന്തം. അത് കഴിഞ്ഞ് എന്റെ ഭൂമിയിലുള്ള എല്ലാ സഹോദരങ്ങളും മറ്റുള്ളവരും എന്നെ ഇഷ്ടപ്പെടുന്നവരും ഞാൻ ഇഷ്ടപ്പെടുന്നവരും ഞാൻ സ്വന്തം എന്ന് പറയുന്നവരെല്ലാം എനിക്ക് യേശു കഴിഞ്ഞിട്ടുള്ളേ ഉള്ളൂ. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വന്തം എന്ന് പറയുന്നത് എന്റെ യേശുവാ. അവൻ എന്നെ സ്വന്തമായിട്ട് സ്വീകരിച്ചു, അവന്റെ മകനായി സ്വീകരിച്ചു, അവന്റെ മണവാട്ടിയായി സ്വീകരിച്ചു, അവന്റെ സാവിയായി സ്വീകരിച്ചു. അവന് വസിക്കാൻ വേണ്ടിയിട്ട് എന്നെ തെരഞ്ഞെടുത്തു. അവൻ മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു അത് എന്നിൽ വസിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി അവൻ എന്നെ തെരഞ്ഞെടുത്തുകൊണ്ട് അവനാ യേശുവാണ് എന്നെ സ്വന്തം. ഹല്ലേലൂയ. അവനെ പോലും ഉന്നതൻ, അവനെ പോലെ ശ്രേഷ്ഠൻ വേറെ ആരുമില്ല. യേശുവിനെ പോലും ഉന്നതന് ശ്രേഷ്ഠമായി ലോകത്തിൽ ആരുമില്ല. അതുകൊണ്ട് 10,000 സ്വന്തനായിരിക്കുന്ന വെണ്മയും ചുമപ്പുമുള്ള പഴയ നിയമവിശുദ്ധന്മാർക്ക് മറഞ്ഞു കിടന്ന, പിതാക്കന്മാർക്ക് മറഞ്ഞു കിടന്ന മർമ്മം പൗലോസിന് വെളിപ്പെടുത്തി, പൗലോസ് വചനത്തിൽ നമുക്ക് വെളിപ്പെടുത്തി തരുമ്പോൾ ഇന്ന് പകൽ നീ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുമോ? രക്തം ചെയ്യും. ഹല്ലേലൂയ. ഇന്ന് പകൽ മാതാവേ, പിതാവേ, നിന്റെ കണ്ണുനീര് തുടയ്ക്കാൻ യേശുവിനോടൊപ്പം വരും. ഞാൻ മുമ്പ് ആവർത്തിച്ചു. അപ്പൊ നമ്മൾ വചനത്തിലേക്ക് വരണം. നിങ്ങൾ അനുദിനം വചനം കേൾക്കുമ്പോൾ നിന്നെ ക്രമപ്പെടുത്തിയെടുക്കുവാൻ ദൈവം ആഗ്രഹിക്കുക. അതുകൊണ്ടല്ലേ സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ വചനം, എനിക്ക് ക്രിസ്തു നിങ്ങൾക്കുള്ളിൽ ഇരിക്കുന്നുവെന്നാൽ അതോടൊപ്പം നിങ്ങൾക്ക് മഹത്വത്തിൽ പ്രത്യാശയും ലഭിക്കുകയാണ്. ഈ പ്രത്യാശയെ രക്ഷ കൊണ്ടുവരുന്നു, അഭിഷേകത്തെ കൊണ്ടുവരുന്നു, ആനന്ദത്തെ കൊണ്ടുവരുന്നു. ആ മഹത്വത്തിന്റെ പ്രത്യാശയെ ക്രിസ്തു നിന്നിൽ വസിക്കുമ്പോൾ നിനക്ക് ഉയർച്ചകൾ വരും. ഹല്ലേലൂയ. മുഖത്തിന് പ്രത്യാശ ക്രിസ്തു നമ്മൾ വസിക്കുമ്പോൾ നിനക്ക് രക്ഷ, നിനക്ക് മാനസാന്തരം, നിനക്ക് സമാധാനം, നിനക്ക് സ്വസ്ഥത, നിനക്ക് ഉയർച്ച, നിനക്ക് പദവികള്, നിനക്ക് നന്മകൾ, ഇതെല്ലാം തരും. മാത്രമല്ല എല്ലാത്തിനേക്കാളുപരിയായ പ്രത്യാശ തരും. നിന്റെ കഷ്ടങ്ങളിൽ കൂടെ ഇരിക്കും. അതുകൊണ്ടാണ് 46 സംഗീതം 1-ാം വാക്യം വായിക്കുമ്പോൾ ദൈവം നമ്മുടെ സംഗീതവും ബലമാകുന്ന കഷ്ടങ്ങൾ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. അതെ, ദൈവം നമ്മുടെ സംഗീതവും കോട്ടയമായി, കഷ്ടങ്ങൾ ഏറ്റവും അടുത്ത തുണയായി. അവന് നിന്നിൽ വസിക്കാൻ വേണ്ടി നിന്റെ മൺകൂടാരത്തിൽ നിന്ന് വിട്ടുകൊടുക്കാം, ഈ മൺപാത്രത്തിൽ നിന്ന് വിട്ടുകൊടുക്കാൻ കഴിയുമോ സഹോദര സഹോദരി? അതെ, ദൈവം നിന്നെ മാനിക്കുവാൻ ആഗ്രഹിക്കുക. ഞാൻ വായിച്ച വചനത്തിലേക്ക് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക. വായിച്ച വചനം എന്താണ്? അല്ലെങ്കിൽ കൊലോസ്യ ലേഖനമാണല്ലോ. മഹത്വത്തിന്റെ പ്രത്യാശയായിരിക്കുന്ന ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളതാണ്. അത് ഇപ്രകാരമാണ് നമ്മൾ വായിച്ചത്. അല്ലെങ്കിൽ കൊലോസ്യ ലേഖനം, അല്ലെങ്കിൽ 1-ാം അധ്യായം, അല്ലെങ്കിൽ 27-ാമത്തെ വാക്യം, അല്ലെങ്കിൽ ഒന്നുകൂടെ വായിച്ച് പ്രാർത്ഥിക്കാൻ പോവുക. ആമേ സ്തോത്രം. അവരോട് ചാത്തിനിടയിൽ ഈ മർമ്മത്തിന്റെ അന്മാതന എന്തെന്ന് അല്ലെങ്കിൽ അറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. ആ മർമ്മ മഹത്വത്തിന്റെ പ്രത്യാശയെ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. അത് ഇന്ന് പകൽ നിന്റെ കർത്താവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് ഈ മർമ്മം നീ മനസ്സിലാക്കണം. നിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. കണ്ണുകളുടെ ചാട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെടും നല്ല സമയത്തിനായി ഈ വചനം കേട്ടുകൊണ്ട് കേരളത്തിലെ 3.25 കോടി ജനങ്ങൾ, തലമുറകൾ എണ്ണത്തിൽപ്പെടാത്ത അന്യസ്ഥാന തൊഴിലാളികൾ, ഇന്ത്യയിലെ 145 കോടിയിലധികം ജനത്തിനായി തലമുറകൾ കണ്ടെത്തപ്പെടാം. ലോകരാജ്യം 800 കോടി ജനങ്ങൾ, തലമുറകൾ, മത, സാമൂഹിക, സംസ്കാര, മാധ്യമ, മീഡിയ, ഭരണപ്രദേശ പാർട്ടികൾ, രാജ്യരാഷ്ട്ര തലവന്മാർ, രാജാക്കന്മാർ, രാജ്യമാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാള മേധാവികൾ, ഗോത്രങ്ങൾ, ദ്വീപുകൾ, ആദിവാസി, ട്രൈബൽ മേഖല, സകല
ജനത്തെയും വലിയ അമ്മ കർത്താവ് സ്തോത്രം. ഞങ്ങളുടെ എല്ലാ ഉന്നതാധികാര സ്ഥാനങ്ങളിലേക്ക് ക്രമസമാധാന പാലകരെ, നിയമനിർമ്മാണ രംഗത്ത് നിൽക്കുന്നവരെ, തരത്തികൾ കാക്കുന്നവരെ, ജുഡീഷ്യർക്ക് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവന്റെ ശൈശവത്തിൽ ബാലികവും വാർത്തകളും രാൻവൃത്തരും ഞാനിരിക്കുന്നവർ, അവൻ ജാതി മത വർഗവർണ്ണ വ്യത്യാസമില്ലാതെ കുടിലോട്ട് കോട്ടാനുവരെ പാർക്കുന്ന സകല ജനത്തെയും ഓർത്ത് പ്രാർത്ഥി. കഷ്ടതയുടെ, നീരിന്റെ, പ്രയാസത്തിന്റെ, ദുഃഖത്തിന്റെ, വേദനയുടെ, കണ്ണുനീരിന്റെ നടിയിലൂടെ കടന്നു പോകുന്നവർ, മഹാവ്യാധിയാൽ കടക്കടിയാൽ ഭാരപ്പെടുന്ന ആത്മഹത്യ വക്കിൽ എത്തി നിൽക്കുന്നവർ, നിരാശയുടെ പാപത്തിന്റെ അന്ധകാരത്തിന്റെ നടിയിൽ അകപ്പെട്ട് കിടക്കുന്ന ശാപവേദനയിൽ കുടുങ്ങിക്കിടക്കുന്ന കർത്താവ് സകല ജനത്തെയും വിടുവിച്ച് ഈ മഹത്വത്തിന്റെ പ്രത്യാശയായി ക്രിസ്തു വസിക്കുവാൻ അവരുടെ ശരീരമാകുന്ന മന്ദിരത്തെ വേർതിരിച്ചുകൊണ്ട് കർത്താവ് ഈ മർമ്മം അവർക്കും വെളിപ്പെടുത്തി കൊടുക്കണമേ. ഈ വചനം കേട്ടുമായി മനസ്സാന്തി മടങ്ങി വന്ന് ക്രിസ്തുവിൽ പ്രത്യാശയുള്ളവരായി കർത്താവിന്റെ വരവിൽ ഒരുവാൻ ജനത്തെ ഒരുക്കണ്ണായി പ്രാർത്ഥിക്കുന്നു. തലമുറകൾക്ക് മദ്യത്തിനും മയക്കിനും വൻ ലഹരിക്കും അടിമപ്പെടുന്നു. ആമി ലോകം മുഴുവൻ കർത്താവ് പ്രത്യേകിച്ച് കേരളം മുഴുവൻ ലഹരിക്ക് അടിമകളായി, മദ്യത്തിനടിമകളായി തീവ്രവാദികളും ഭീകരമായ വർഗീയവാദികളും കേരളത്തെ കൈപ്പിടിയിൽ ശ്രമിക്കുമ്പോൾ ഭരണ സംവിധാനങ്ങളെല്ലാം കൊടുത്ത സംവിധാനം ഒരുക്കി കൊടുക്കുമ്പോൾ അതിന്റെ ഒരു കൂട്ടം ദൈവജനം വലിയ മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു എന്ന മർമ്മത്തെ വെളിപ്പെടുത്തുവാൻ ആമി ദേശത്തിന്റെ വിവിധ ഭാഗങ്ങൾ ദൈവം പ്രസംഗിക്കുമ്പോൾ കർത്താവി ജനം കേട്ട് മാനസാന്തരപ്പെട്ടിട്ട് ഇന്ത്യയിൽ കർത്താവി മഹത്വത്തിന്റെ പ്രത്യാശയായി ക്രിസ്തു വസിക്കുന്ന ദൈവത്തിന്റെ ദാസീദാസമാണ് ഈ മർമ്മം വെളിപ്പെടുത്തി കൊടുക്കുമ്പോൾ അനവധി വർഗീയവാദികൾ, തീവ്രവാദികളും ഭീകരവാദികളും ആമേന്റെ കർത്താവ് ഇന്ത്യയിൽ പലവിധമായ ആക്രമണം അഴിച്ചുവിട്ട്, ലോകരാജ്യാക്രമണം അഴിച്ചുവിട്ട് കർത്താവി ദൈവത്തിന്റെ മന്ദിരത്തെ, ദൈവത്തിന്റെ സഭയാകുന്ന ദൈവത്തിന്റെ മണവാട്ടി സഭയെ നശിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അതിന്റെ നടുവിലും ദൈവത്തിന്റെ സഭയെ പണിതരായ സ്തോത്രം. കർത്താവി ജനം മടങ്ങി വരട്ടെ. അധികാരങ്ങൾ, അധികാര കേന്ദ്രങ്ങൾ, അധികാരത്തിന്റെ കൊതി ഊർന്നവർ, കൊലയാളികൾ, അല്ലെങ്കിൽ അധികാരത്തിന് വേണ്ടി മനുഷ്യനെ കുരുത്തി കൊടുക്കുന്ന, രാക്ഷസ ജീവിതം നയിക്കുന്ന, രക്തദാഹികളായിരിക്കുന്ന സകല സംവിധാനങ്ങളും ഈ ദൈവനീതി വെളിപ്പെടുവാൻ ഇവർക്ക് മാനസാന്തരം കൊടുക്കാനായി പ്രാർത്ഥിക്കുന്നു. സകല നീതി ഞങ്ങളുടെ ദൈവദാസദാസന്മാർ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവസഭയ്ക്കായി പ്രാർത്ഥി യാത്രയായിരിക്കുന്നവർക്ക്, ദേശത്തും വിദേശത്തുമായിരിക്കുന്ന എല്ലാ പ്രിയവർ കഷ്ടം സഹിക്കുന്ന എല്ലാം ഓർക്കുകയാണ്. സകലമേലും ദൈവനീതി വെളിപ്പെടണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ.